അല്ല എനിക്ക് ആ പെൺകുട്ടീനെ നല്ല ഇഷ്ടമാണെന്നല്ല പറഞ്ഞത്. ഈ ഏരിയയിലെ പെൺകുട്ടിയാണെന്നും പറഞ്ഞു. നിനക്ക് ഏത് പെണ്ണാണെങ്കിലും കാര്യം റെഡിയാക്കി തരാന്നേ. ഇതെത്രയാ? 5 രൂപ. 5 രൂപയോ? ഇതോ? 10 രൂപയോ? ആ വണ്ടി എവിടെ? പുറത്ത് വരിക. ആരോട് വെച്ചിട്ട് കൊണ്ടുപോയി? അവൻ എങ്ങോട്ടാ പോയേ? ഇവിടെ അടുത്ത് തന്നെയാ. ഇപ്പൊ വേഗം കൊണ്ടുവരാൻ പറ. ആ ശരി. ബില്ല് കടച്ചില്ലേ? ആ ഞാൻ പറഞ്ഞ പെണ്ണതാ പോണ്. നീ ഒന്നും മിണ്ടാതിരിക്കും. അവിടെ ആ ബസ് വണ്ടി നിർത്ത്. ആ ബസ്സിൽ കയറി പെണ്ണ്. RVS ആ വണ്ടി ആ പെണ്ണ് തന്നെയാണ്. ഒന്ന് നോക്ക് വാ. ഇവന് ഏത് പെണ്ണെ കുറിച്ച് പറയുന്നു? ഇത് ആ പെണ്ണ്. ബസ്സിനുള്ള ഒരുപാട് പേരുണ്ടല്ലോ. ഈ ബസ്സില് ഈ വണ്ടിക്കകത്തുള്ള പെണ്ണുങ്ങളെ ഇനി കാണാൻ പറ്റുന്നേ. ആ പെണ്ണിനെ കണ്ടില്ലേ? പോകുന്ന വഴിക്ക് ബാക്കൊന്ന് കണ്ടു. നല്ല ഓടിയാണല്ലോ. ഇയാളെന്തോ നീ പറയണ്? അല്ല, ഞാൻ വണ്ടിയുടെ പിൻഭാഗ പറഞ്ഞത്. ശരി, നീ കേറ്. ഇന്നത്തെ കണി അത്ര നല്ലതല്ല. നമുക്ക് നാളെ നോക്കാം. വെറുതെ നീ കേറ്, പോവാം. ഇന്നത്തെ കാര്യം നടന്നില്ലെങ്കിലും നമുക്ക് നാളെ അങ്ങ് ശരിയാക്കി തരാന്നേ. നീ ഇരിക്കടാ, ഞാനില്ലേ കൂടെ. എടോ, ആദ്യം ഡോറൊന്ന് ശരിയാക്ക്. എന്താടോ മൈൻഡ്രേ, നമ്മുടെ വീട്ടുവാതിൽക്ക് പോലീസ് ജീപ്പ് നിൽക്കുന്നേ? അറിയില്ല. കൊള്ളാം. എല്ലാവർക്കും നമസ്കാരം. നല്ലോണം ഫോട്ടോ എടുത്തോ. പോലീസ് അന്വേഷണം, വ്യഭിചാരത്തിന് സ്ത്രീകൾ അറസ്റ്റിലെന്ന് നാളത്തെ പത്രത്തിന്റെ തലക്കെട്ടായിട്ട് തന്നെ ഇട്ടേക്ക്. നിങ്ങളൊക്കെ പഠിച്ചവരാ. എനിക്കറിയാവുന്ന ന്യായം ഞാൻ പറയാം. തെറ്റാണെങ്കിൽ ഈ ചെരുപ്പെടുത്ത് തന്നെ അടിച്ചോ. ശരിയാണെങ്കിൽ എന്ത് ചെയ്യണോ അത് ചെയ്തോ. അല്ല, നിങ്ങൾ തന്നെ പറഞ്ഞേ, ഈ പാവം പെൺകുട്ടികൾ എന്ത് ചെയ്യും? എല്ലാരും വേണ്ടതുപോലെ സഹകരിച്ചാലേ കാര്യങ്ങൾ നന്നായി നടക്കൂന്ന് കേട്ടിട്ടില്ലേ? വീട്ടിലെ ഭക്ഷണം നല്ലതാണെങ്കിൽ പിന്നെന്തിനാ ഹോട്ടലിലേക്ക് പോകുന്നേ? ചിലരൊക്കെ ഒരേ ഭക്ഷണം കഴിച്ച് ബോറടിച്ചിട്ട് വരുന്നതാ. മറ്റു ചിലരോ ഭക്ഷണം കൊടുക്കാൻ ആളില്ലാഞ്ഞിട്ട് വരുന്നതാ. വിശപ്പ് മാറ്റുന്നത് ഒരു സേവനമാണെങ്കിൽ ഇതുപോലുള്ള വിശപ്പ് മാറ്റുന്ന ഒരു സേവനം തന്നെയാ. എല്ലാത്തിനും കാരണം ആഗ്രഹങ്ങൾ അടക്കാൻ പറ്റാത്തത് തന്നെയാ. എന്താടാ, ആനയ്ക്ക് ആഗ്രഹം അടക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് നടക്കും? മതം പിടിക്കും. നായക്കോ? പേയ് പിടിക്കും. കാളയ്ക്ക് ഉഴാൻ വരത്തില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കും. മൃഗങ്ങൾക്ക് തന്നെ ഇങ്ങനെയാണെങ്കിൽ അപ്പൊ മനുഷ്യരുടെ കാര്യോ? നല്ല കിറുക്ക് പിടിക്കും. അതുകൊണ്ടാ ബലാത്സംഗം, പീഡനം, മാനഭംഗം ഇതെല്ലാം നടക്കുന്നത്. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കുറ്റങ്ങൾ കുറയുന്നു. ഇവരൂടെ ഇല്ലെങ്കിലോ നാട് തന്നെ കുട്ടിച്ചോറായനെ. ഇതും പോരാഞ്ഞിട്ട് ഇവരെ നിയമപ്രകാരം എവിടെ കൊണ്ടുപോയാലും അവിടെയും തെറ്റ് നടക്കും. ഓഷോനെ അറിയില്ലേ? വിശന്നാ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ചെറിയ സുഖത്തിലൂടെ വലിയ സുഖം എന്ന് പറഞ്ഞു. ചൈനയിലാണെങ്കിൽ വ്യഭിചാരം കൊടികെട്ടി പറക്കുക. 53,000 കോടിയാണ് മറിയുന്നത്. പക്ഷെ ഇന്ത്യയിലോ 13,000 കോടിയേ ഉള്ളൂ. ചൈനയ്ക്ക് 1-ാം സ്ഥാനം, അമേരിക്കയ്ക്ക് 5-ാം സ്ഥാനം. പക്ഷെ ഇന്ത്യക്കോ 8-ാം സ്ഥാനമേ ഉള്ളൂ. അതും ഞങ്ങള് കാരണമാ, ഞങ്ങളുടെ ഈ സേവനം കാരണമാ. എന്താ 10-ാം സ്ഥാനം കൂടി ആയിക്കോട്ടെ, ഫോറിൻ കൾച്ചറിനേക്കാൾ നമ്മൾ തന്നെയാണ് ബെറ്റർ. വിദേശത്തൊക്കെ ഒരുത്തി കല്യാണം കഴിച്ച ഒരുത്തന്റെ കൂടെ ജീവിക്കുള്ളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്തിട്ട് 10 പേരുടെ കൂടെ ജീവിക്കും. പക്ഷെ നമ്മുടെ നാട്ടില് ഒരു കല്യാണം കഴിച്ചിട്ട് ചിലരൊക്കെ 9 പേരെ കാമുകനായിട്ട് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ പറഞ്ഞേ, സമൂഹത്തിനെ കുറിച്ച് ആർക്കാ ചിന്തയുള്ളത്? അപ്പൊ വലിയ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ തെറ്റ് ചെയ്യുന്നതോ? അതവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി. ഇവരിത് ചെയ്യുന്നത് വിശപ്പും പട്ടിണിയും മാറ്റാൻ വേണ്ടിയാ. സഹായം ചോദിച്ച് വാതിൽ മുട്ടിയ ആരും തുറക്കുന്നില്ല. ആ വാതിൽ തുറക്കാൻ വേണ്ടി ചില സ്ത്രീകൾക്ക് തെറ്റായ വഴിയിലൂടെ പോകേണ്ടി വരുന്നു. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. തെറ്റാണെങ്കിൽ ഇതെടുത്ത് എന്നെ അടിച്ചേക്ക്. നിയമപ്രകാരം തെറ്റാണെങ്കിലും കുറച്ച് മനുഷ്യത്വത്തോടെ പെരുമാറ്. മേലുദ്യോഗസ്ഥരോട് പറഞ്ഞ് വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ മര്യാദയ്ക്ക് പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ അതും കാണണമെന്നുണ്ടോ? ഫോൺ വിളിച്ച് അവരോട് കാര്യം പറഞ്ഞാൽ എന്താവും അറിയാവോ? പോകാൻ നോക്ക്. ചെല്ല് ചെല്ല്. ശരി, വരാം. ഏയ് പോയിനടി, പോയി വല്ല ജോലിയും നോക്ക്. ചെല്ല് ചെല്ല്. ഇല്ലേട്ടാ, എനിക്ക് പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ തന്നോ, ഞാൻ പോവുക വീട്ടിലേക്ക്. അയ്യോ, ഇങ്ങനൊന്നും പറയല്ല റാണി. എന്താ സംഭവിച്ചേ? ഇല്ല ഏട്ടാ, വേണ്ട. ആഗ്രഹമാണെന്ന് പറഞ്ഞല്ലേ വിളിച്ചത്.
വീട്ടിൽ പോലും ഞാൻ നുണ പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. ഇതാ നോക്ക്, വേണമെങ്കിൽ അധികം വാങ്ങിച്ചു തരാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഞാൻ എന്ത് ചെയ്യാനാ? എന്നോട് നിലയെ പോലെ ചിരിക്കാൻ പറയുന്നു, അവളെ പോലെ തിരിയാൻ പറയുന്നു, അവളെ പോലെ സംസാരിക്കാൻ പറയുന്നു. ഇതൊന്നും പ്രശ്നമില്ലെന്ന് വെച്ചാ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാ നിലയുടെ മണം എന്നിലില്ലെന്ന്. ഞാനത് അത്രയ്ക്ക് ഗതികെട്ടാണോ കിടക്കുന്നത്? എന്താണ് ഇത്? അയാളെ കുറിച്ച് നിനക്ക് അറിയില്ലേ? ചിലർക്ക് ശരീരം ഇഷ്ടപ്പെടും, ചിലർക്ക് മുഖം ഇഷ്ടപ്പെടും. ഇയാൾക്ക് നിലയാണ് ഇഷ്ടം. തന്റെ ഭാര്യ മമ്മൂട്ടിയെ വിചാരിച്ചായിരിക്കും തന്റെ ഒപ്പം കിടക്കുന്നത്. അതുപോലെ എനിക്ക് പറ്റില്ല. എന്താ ഒരു സംസാരം? അതൊന്നുമില്ല ചേട്ടാ, അത് പിന്നെ വരുന്നു. എന്താ വിളിച്ചായിരുന്നു? എന്താ കാര്യമല്ലോ നടക്കോ? എന്താ ചേട്ടാ ഇത്? അവളുടെ അടുത്ത് പോയി നിലയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ഇവക്ക് ദേഷ്യം എന്താന്ന് വെച്ചാ എന്റെ അടുത്ത് ഇല്ലാത്തത് അവളുടെ അടുത്ത് എന്താ ഉള്ളതെന്നാ ചോദിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അവളും തൊഴിൽ ചെയ്യുന്നതല്ലേ? അതാണല്ലോ കാര്യം. ഇവരൊക്കെ ഈ തൊഴിൽ കിടന്ന് നടക്കുന്ന ആൾക്കാരാ. പക്ഷെ അവള് കുടുംബത്തിലെ വിളക്ക. അവളുടെ പേര് പറഞ്ഞാ മതി, ഒരു ലഹരിയാ. അല്ല, അവളിപ്പോ എവിടെയാ? എന്റെ ചേട്ടാ, അവളിപ്പോ വേണ്ടെന്നേ. ചോദിച്ചതിന് ഉത്തരം പറയടാ. ചേട്ടാ വേണ്ടെന്ന് പറഞ്ഞാൽ വിട്ടേക്കുന്നേ. നിന്നോട് എവിടെയാണെന്നല്ലേ ചോദിച്ചത്? ശരി, ഞാൻ പറയാനേ. വെയിലൊന്നും സഹിക്കാനും പറ്റുന്നില്ല. അവൾ ഇവിടെ തന്നെയാണോ വരുന്നത്? ഇവിടെ വന്നിട്ടാണ് അവൾ ഇന്ന് ബസ് കയറുക. ഒന്ന് നിക്ക്, വരും. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ആ കടയിൽ പോയി ഒരു ചായയും കുടിച്ച് സിഗരറ്റ് വലിച്ചിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്. നിക്ക്, സമയം ഒന്നിപ്പോ വരുവോളൂ. നീ നോക്ക്, ഞാനിപ്പോ വരാന്ന് പറഞ്ഞില്ലേ. ചേട്ടാ, മൂസമ്പി കിലോ എത്രയാ? ചേട്ടാ വരേണ്ട സമയമായല്ലോ. എന്ന് ഇവിടെ തന്നെയല്ലേ കാണാറ്? അല്ല, ഇത് ആരാ? കണ്ടിട്ട് കുറെ നാളായല്ലോ. എന്താ ഇവിടെ? കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വന്നതാ. സംസാരിച്ചോണ്ടിരിക്കണ അപ്പൊ ലവ് ഓക്കെ. ഇവരെന്താ ഇങ്ങനെ ബോധം പോയ പോലെ നിൽക്കുന്നേ? അവളിഞ്ഞി വന്നില്ലേ? ആ പെണ്ണ് വന്നില്ലേ? ഞാൻ പരിചയത്തിലൊരാളെ കണ്ടത് നേരം വൈകിയത്. ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നില്ലേ, ആ പെണ്ണ് തന്നെയാ അത്. ഏത് പെണ്ണ്? ഇപ്പോ ഞാൻ വർത്താനം പറഞ്ഞ പെണ്ണോ? അതെ. അത് ശരിയാവില്ല, നീ വന്നേ പോ. എന്തീ പറയുന്നത്? അത് എനിക്കിഷ്ടമല്ല. അത് തന്നെ, നീ വന്നേ. ഇഷ്ടല്ലേ? എന്തു പറ്റി? നല്ല കുട്ടി തന്നെയല്ലേ? നിന്നോട് വേണ്ടെന്നല്ല പറഞ്ഞത്. വേറെ പെണ്ണ് കിട്ടില്ലേ നിനക്ക്? വന്നേ. നിനക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? ആ പെണ്ണിനെ വേണ്ട. വാ, നടക്ക്. ഏയ്, ഇതെന്താ ഇങ്ങനെ പറയണ? ബാലേ, നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? നോക്കെ, ചിലപ്പോ ആ പെണ്ണ് പാണ്ഡിയുടെ ബന്ധുവായിരിക്കാം. അല്ലെങ്കിൽ ആ പെണ്ണിന് വേറെ ആരായിട്ടെങ്കിലും ലവ് ഉണ്ടാവുന്നേ. ഒരുപക്ഷെ ആ പെണ്ണിനെ തന്നെ പാണ്ഡി ഭാര്യയാക്കാന്ന് വിചാരിച്ചിരിക്കാമല്ലോ. നീ ഇനി വെറുതെ ആലോചിക്കേണ്ടതേ. നാളെ ഞാൻ നിന്നോടൊപ്പം വരുന്നു, വന്ന് ആ പെണ്ണുമായിട്ട് സംസാരിക്കുന്നു. അതൊക്കെ ഒന്ന് വിട്. ആ ചെന്നൈക്ക് സേലത്തേക്കുള്ള ലോഡ് റെഡി ഉണ്ട്, ഒന്ന് ചെന്ന് നോക്കിയേ. ഏവനും നന്നാവില്ല. നീ നാളെ മുത്തു നമ്മുടെ വണ്ടി. ചേട്ടാ, കഴിച്ചിട്ട് 3 ദിവസമായി ചേട്ടാ. എന്തെങ്കിലും ചേട്ടാ. അയ്യോ സാറേ, എനിക്ക് കാത് കേൾക്കൂല. നിങ്ങൾ വേറെ സ്ഥലം പോയി നോക്കി. പോടാ പോടാ പോടാ. ഈ പിച്ചക്കാരനോടാ നല്ല ചോദിച്ചത്. ഞാൻ ഫ്രീ ആണെങ്കിൽ എന്റെ കൂടെ വാ. എടുക്കുന്നത് പിച്ച, അവന്റെ ഹുങ്ക് കണ്ട തേണ്ടി. എടാ വണ്ടി, അവിടെ എന്താടാ വെച്ച് തേക്കുന്നേ? ഇതൊക്കെ ഒന്ന് നോക്കി ശരിയാക്കായിരുന്നു. കൗണ്ടിങ് കറക്റ്റിങ്. ഇനിയിപ്പോ ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ല. അത്രല്ലേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാ കൊള്ളാം. അകത്ത് പോടേ. രാവിലെ ഇറങ്ങിക്കൊള്ളു വരെ ഒന്ന് മെനക്കെടുക്കാനായിട്ട്. പിന്നെ ഡീസൽ അടിച്ചോളാം. എങ്കിൽ ആ മധുരമൂർത്തിയുടെ കാശ് കേട്ടരുതേ. ഇവനെന്താ വല്ലാത്ത ദേഷ്യത്തില്? അതിന് കാരണം നീ തന്നെയാടാ. അവന് ആവശ്യമില്ല ടെൻഷൻ ആക്കിയത് നീ തന്നെയല്ലേ? ഞാൻ എന്ത് ചെയ്തെന്നാ? എടാ, നീ കല്യാണം കഴിക്കാതെ കണ്ട സ്ഥലത്ത് പോയി വായ വെക്കുന്നവനാ. എന്നാ നമ്മുടെ ബാല അങ്ങനെ അല്ലടാ. ആ പെണ്ണിനെ അവൻ ജീവനെ തുല്യം സ്നേഹിക്കുകയാണെന്നേ. പറ്റുമൊക്കെ എങ്ങനെയെങ്കിലും അവന് കല്യാണം കഴിച്ചു കൊടുക്ക്. ഓ, കാര്യങ്ങൾ കല്യാണം വരെ എത്തിയോ? നിങ്ങളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ബാല, നീ വന്നേ, വാ. എങ്ങോട്ട്? നിനക്ക് ആ പെണ്ണിനെ വേണ്ടേ? എന്നാ എന്റെ കൂടെ വാ. കാണുന്നു, സംസാരിക്കുന്നു. വെറുതെ തമാശ കളിക്കല്ലേ? അതെന്തേ? എടത് കളിയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്. നീ എന്റെ കൂടെ വാ. വാ ബാലേ, അവൻ തന്നെ വിളിക്കല്ലടാ. പോവാൻ നോക്ക്. അവളെ നേരിട്ട് പോയി കണ്ടാലേ പ്രശ്നത്തിന് തീർപ്പുണ്ടാവും. പറഞ്ഞു കേക്ക്. അതല്ല മാമ, ഇപ്പൊ പോയ രാത്രിയാവില്ലേ? നാളെ രാവിലെ പോയി കാണാം.
കാണണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പകലെന്ത് രാത്രി എന്ത്? ഒന്ന് പോടപ്പാ. അവനും മോനും കൂടെ നിങ്ങൾ വല്ല കാര്യം അറിഞ്ഞിട്ടുണ്ടോ വർത്താനം പറയണേ? അവളെ രാത്രിയിലേ കാണാൻ പറ്റൂ. എപ്പ കണ്ടാലെന്താ? അവളെ കാണണം. ഒന്ന് പോടേ. പറഞ്ഞു കേട്ടില്ല, ചെന്ന് വണ്ടി കയറാ. പോ. രാത്രിയിലേ കാണാൻ പറ്റുള്ളൂ. ഉം. അല്ല, ഈ പെണ്ണ് കാണലൊക്കെ രാത്രി പോയാൽ ശരിയാവോ? രാത്രിയെ ശരിയാ. ശരി, ആ പെണ്ണിന്റെ പേരെന്താ? നീല. ഓ, അപ്പൊ അതാണ് രാത്രി കാണാൻ പോകുന്നത്. നിങ്ങൾ തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ട്? ഇവന്മാരെന്താണ് നിർത്താണ്ട് പോകുന്ന? ആ വിട്ടോ. ഇവനോ? നിങ്ങൾ പോരെ? ഞാനോ? അവളെ എന്താ വേണ്ടേ? ഇല്ല, വേണ്ട. ഇവനെന്താടി എന്നെ വിളിക്കുന്നത്? നിനക്കെപ്പോഴും അവളോടായിരുന്നല്ലോ ഇഷ്ടം. പിന്നെ എന്തിനാ നീ എന്നെ ഇപ്പൊ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്? ആ, എന്തോടും ഇങ്ങനെ കണ്ണുരുട്ടി കാണിക്കുന്നത്? ഫസ്റ്റ് ടൈം ആണോ? അല്ലെങ്കിൽ തന്നെ ഇവന്മാരെ കൊണ്ടുവന്നത് രക്ഷയില്ല. ആ, നീ പിന്നെന്താ ഇത്രയും ദൂരം വന്നിട്ട് മിണ്ടാതിരിക്കുന്നത്? വേണ്ട, താല്പര്യമില്ല. അങ്ങനെയൊക്കെ നോക്കിയ വല്ല കാര്യം നടക്കോ? ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാ. നല്ല മനുഷ്യനും ഒറ്റപ്പെട്ടു പോയ മൃഗത്തിന്റെ സ്വഭാവമായിരിക്കും. ഇത് വെച്ചോ. ഏയ്, എനിക്കൊന്നും വേണ്ട. ജോലി ചെയ്ത് ഞാൻ പൈസ വാങ്ങിക്കില്ല. ആ പെണ്ണെന്ത് ഈ പണിക്ക് വന്നേ? ഏത് പെണ്ണ്? നിന്റെ അടുത്തുണ്ടായിരുന്നില്ലേ ആ പെണ്ണെന്നെ. ആരാ? നിലയോ? അതെ. ഓ, നീ അവളുടെ പുരാണങ്ങൾ അറിയാൻ വേണ്ടിട്ടാണോ ഇവിടെ വന്നത്? പിടികിട്ടി. അല്ല, നീ എന്താ മാധ്യമ പ്രവർത്തകനാണോ? ഹൈവേയിലെ റെഡ് ലൈറ്റ് തെറ്റ് ടോർച്ച് ലൈറ്റ് എന്ന ഹെഡ്ലൈൻ ഇട്ട് ന്യൂസ് ആക്കാനാണോ? അല്ല, ഞാൻ അതിനൊന്നും വന്നതല്ല. പിന്നെന്താ? എന്താ കവിത കഴിഞ്ഞോ? ഇനി തുടങ്ങിയിട്ട് പോലുമില്ല. എന്താ വന്ന ആൾക്ക് നില എന്തുകൊണ്ടാ ഈ ജോലിക്ക് ഇറങ്ങിയെന്ന് അറിയണമെന്ന്. ഇവിടുത്തെ ഏരിയയിലെ SI വന്നിട്ടുണ്ട്. അയാൾക്ക് നീ തന്നെ വേണോന്ന്. നമ്മുടെ സാഹചര്യമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലെങ്കിൽ സ്റ്റേഷനിലുള്ള എല്ലാ കേസും നമ്മുടെ തലയിലോട്ട് ഇട്ടിട്ട് അകത്ത് കയറ്റി നമ്മുടെ